പ്രിയമുള്ളവരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ പൊന്നാനിയുടെ ചരിത്രവൈകളിലൂടെ നടന്ന് പൊന്നാനിയുടെ തിളക്കം കൂട്ടുന്ന ഒരു മാഷുണ്ട് പൊന്നാനിയിൽ. അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. TV അബ്ദുറഹ്മാൻ കുട്ടിലെ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, പൊന്നാനിയുടെ കുറച്ച് കാര്യങ്ങളാണ്, പൊന്നാനിയുമായി ബന്ധപ്പെട്ട കുറേ ചരിത്ര നഗരിയാണല്ലോ പൊന്നാനി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഇങ്ങനെ വിവിധ എപ്പിസോഡിലൂടെ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള, അതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്തിയ ആളെ കാണണം എന്നൊരാഗ്രഹത്തിൻ്റെ പേരിൽ ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുമായിട്ടുള്ള സംസാരത്തിലേക്ക് കടക്കണം. ആദ്യം നിങ്ങൾ പേരൊന്നും പ്രേക്ഷകരായിട്ട് ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ TV അബ്ദുറഹ്മാൻ കുട്ടി, റിട്ടയർഡ് അധ്യാപകൻ, പൊന്നാനിയുടെ ചരിത്രകാരൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്കറിയേണ്ട കാര്യം, റിട്ടയർഡ് ആയത് ഏത് സ്കൂളിൽ നിന്നായിരുന്നു? ഇവിടെ പൊന്നാനിയിലെ പഴയ ഒരു വിദ്യാലയമായ TIUP സ്കൂൾ. TIUP സ്കൂൾ. ആ സ്കൂളിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? ഞാൻ റിട്ടയർഡ് ആയത് 2005-ലാണ്. 2005-ലാണ്. അതായത് 56-ാമത്തെ വയസ്സിലാണ്. 56-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 55 വയസ്സാണ്. അതെ. ഇപ്പം വയസ്സ് കൂട്ടിക്കണം, പക്ഷേ ഇപ്പം വയസ്സ് കൂട്ടിക്കണം. 56-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ചെയ്യാൻ കാരണം ജൂലൈ 1-ാം തീയതിന് ശേഷമായിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ആ അക്കാഡമിക് വർഷം പൂർത്തിയാവുന്നവരെ ജോലി ചെയ്യുക. അങ്ങനെയാണ് 56 വയസ്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 56-ാമത്തെ വയസ്സിലാണ് ഞാൻ റിട്ടയർഡ് ചെയ്തത്. ഓക്കെ. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഈ ഓഫീസിൽ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് അവാർഡുകളുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വേറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കുന്ന, ഞാൻ ഈ റൂമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിച്ച കാര്യങ്ങളതൊക്കെയായിരുന്നു. നിങ്ങളുടെ ഷോക്കേസിലേക്കായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പൊന്നാനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു പുതിയ ജനറേഷനിൽ വന്നു. നിങ്ങളൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന, അതാണല്ലോ നിങ്ങളിതുവരെ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ട മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കഥകൾ, ചരിത്രങ്ങൾ, ഇതെന്ത് ചെയ്യട്ടെ, പുതിയ ജനറേഷൻ കൂടെ അറിയട്ടെ. അത്തരം കാര്യങ്ങൾ പഠിക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആൾക്ക് നിങ്ങളുടെ സംസാരം ഉപകാരപ്പെടട്ടെ എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ്. അപ്പോൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു കാര്യം എങ്ങനെയാണ്? ഒരു കാലത്ത് ഈ തിരൂര് പോലും പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്ക്. 1956 നവംബർ 1-ാം തീയതിയാണ് ഐക്യ കേരളം നിലവിൽ വന്നത്. അതിനു മുമ്പ് പൊന്നാനിയും തിരൂരൊക്കെയുള്ള ഭാഗങ്ങൾ മലബാർ ജില്ലയുടെ ഭാഗങ്ങളായിരുന്നു. ഈ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമാണ് ജില്ലകൾ ഇങ്ങനെ വിഭജനം നടത്തിയത്. അപ്പോൾ അക്കാലത്ത് പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ വടക്ക് പരപ്പനങ്ങാടി പൂരപ്പുഴ മുതൽ തെക്ക് കൊച്ചിൻ രാജ്യം വരെയായിരുന്നു. കൊച്ചിൻ രാജ്യം വരെ അക്കാലത്തുള്ള മലബാറിലെ ഒരു ഏറ്റവും നീളം കൂടിയ ഒരു താലൂക്കായിരുന്നു പൊന്നാനി താലൂക്ക്. അപ്പോൾ അബ്ദുൽ ലത്തീഫിൻ്റെ തിരൂരടക്കം ഒരു കാലത്ത് പൊന്നാനിയുടെ ഭാഗമായിരുന്നു, പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ. എൻ്റെ ഒരു സഹോദരി ഭർത്താവ് വെട്ടത്ത് പുതിയങ്ങാടിയിലെ ബാപ്പുട്ടി മാഷ്, മൂപ്പര് അവിടെ ഒരു സ്കൂളിലെ HM ആയിരുന്നു. അദ്ദേഹം എൻ്റെ ചെറുപ്പത്തിൽ ശമ്പളം മാറാൻ വേണ്ടി വന്നിരുന്നത് പൊന്നാനിയിലായിരുന്നു. പൊന്നാനി ട്രഷറിയിലായിരുന്നു. ഇപ്പോൾ നേരെ മറിച്ചാണ് സ്ഥിതി. അപ്പോൾ പൊന്നാനി വളരെയധികം പിന്നോട്ട് പോയി. അതേ അവസരത്തിൽ തിരൂര് വ്യാവസായികമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു വർത്തമാനകാല ചരിത്രം അതുണ്ട്. ഏതായാലും പൊന്നാനി ചരിത്രത്തിൻ്റെ അക്ഷയഖനിയാണ് അന്നും ഇന്നും. തീർച്ചയായിട്ടും. കാരണം ഈ സാംസ്കാരികപരമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. ഇതേവരെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് 6 പേരാണ്. മലയാള ഭാഷയിൽ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് 6 പേരാണ്. ഈ 6 പേരിൽ 2 പേരും പൊന്നാനി താലൂക്കുകാരാണ്. ഒന്ന് മലയാള ഭാഷയുടെ സുഹൃതം MT വാസുദേവൻ നായരും, മറ്റൊന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ മഹാകവി അക്കിത്തവും. ഇവർ 2 പേരും പഴയ പൊന്നാനി താലൂക്കുകാരാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പൊന്നാനി താലൂക്കിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെയാണ് ഇവർ 2 പേരുടെ വീടും. ഇവർ 2 പേരും പഠിച്ചത് കുമരനെല്ലൂർ ഹൈസ്കൂളിലാണ്. ആ ഒരു സാംസ്കാരിക പൈതൃകം ഇന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട്. P. സുരേന്ദ്രൻ, അതേപ്രകാരം തന്നെ എടശ്ശേരി, ഉറൂബ്, കടവനാട് കുട്ടിക്കൃഷ്ണൻ തുടങ്ങി
ആലങ്കോട് ലീലാകൃഷ്ണൻ അടക്കം വരെ ഇപ്പോഴും പൊന്നാനിക്കാരാണ്. പൊന്നാനിയുടെ ആ സാംസ്കാരിക പൈതൃകമാണ് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്നത് എന്ന് വാദിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല ചിത്രകലയുടെ മഹാഗുരുവായ ആർട്ടിസ്റ്റ് നമ്പൂതിരി പൊന്നാനിക്കാരനാണ്. ഇവിടെ അടുത്തന്നാണ്, കൊല്ലമ്പടിയിലാണ്. കൊല്ലമ്പടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തന്നാണ്. അതേ പ്രകാരം തന്നെ നമ്മളെ ചരിത്രത്തിൻ്റെ മഹാജ്ഞാനി എന്ന വിശേഷണമുള്ള ഡോക്ടർ MGS നാരായണൻ, അദ്ദേഹം ജനിച്ചതും പഠിച്ചതും പൊന്നാനിയിലാണ്. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ സാങ്കേതിക വിദ്യയുടെ സർവകലാബല്ലവൻ എന്ന വിശേഷണമുള്ള നമ്മളെ മെട്ടൂർ ശ്രീധരൻ, അദ്ദേഹം പഴയ പൊന്നാനി താലൂക്കിലെ കൂറ്റനാട് സ്വദേശിയാണ്. പഴയ പൊന്നാനി താലൂക്കിലെ ഐക്യകേരളം വരും. ഇപ്പം താമസിക്കുന്നത് പൊന്നാനി കുറ്റിക്കാട്ടിലാണ്. കുറ്റിക്കാട്ടിൽ ഇവിടെ അടുത്തന്നെ കുറ്റിക്കാട്ടിലാണ്. അപ്പോൾ ഇന്നും ആ സാംസ്കാരിക പൈതൃകം നിലനിർത്തി വരുന്ന പ്രദേശമാണ് പൊന്നാനി. പൊന്നാനിയുടെ മണ്ണിന് മറ്റെന്ത് തന്നെ പിന്നോട്ട് പോയാലും ആ ഒരു രംഗത്ത് പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ 1500 മുതൽ 1600 വരെയുള്ള 16-ാം നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിലാണ് മലയാള ഭാഷയുടെ പിതാവ് നിങ്ങളുടെ തിരൂർ, അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള തിരൂരിലെ പിന്നെ എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, ആ നൂറ്റാണ്ടിലാണ്. ഇതേ കാലത്ത് തന്നെയാണ് പിന്നെ ഇസ്ലാമിക വൈജ്ഞാനത്തിൻ്റെയും അറബി ഭാഷയുടെയും ഉപജ്ഞാതാവ് എന്ന ഖ്യാതി നേടിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, ആ നൂറ്റാണ്ടിൽ തന്നെയാണ്. പിന്നെ കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രകൃതിയായ തുഹഫത്തുൽ മുജാഹിദീൻ്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ആ നൂറ്റാണ്ടിൽ തന്നെയാണ്. അതേ പ്രകാരം തന്നെ മലയാള ഭാഷയുടെ മറ്റൊരു ഉപജ്ഞാതാവായ പിന്നെ പൂന്താനം നമ്പൂതിരി, അദ്ദേഹം ജനിച്ചത് ജന്മം കൊണ്ട് പെരിന്തൽമണ്ണക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് അദ്ദേഹം തട്ടകമാക്കിയത് ഗുരുവായൂർ ക്ഷേത്രവും മൂക്കുത്തല ക്ഷേത്രവുമാണ്. അത് പൊന്നാനി താലൂക്കിലാണ്. ഗുരുവായൂർ ക്ഷേത്രം പഴയ പൊന്നാനി താലൂക്കിലാണ്. അതേ പ്രകാരം തന്നെ നമ്മുടെ പിന്നെ മേൽപ്പത്തൂർ ഭട്ടത്തിരി, തിരുനാവായക്കടുത്തുള്ള മേൽപ്പത്തൂർ ഭട്ടത്തിരി, ആ അന്ന് തുടങ്ങിയ ആ സാംസ്കാരിക സമന്വയം ഇന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മതമൈത്രി കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു വരുന്ന പ്രദേശമാണ് പൊന്നാനി. ഇന്നേ വരെ ഒരു കുഴപ്പമില്ല. നമ്മുടെ 1921 മലബാർ പോരാട്ട കാലത്ത് പോലും ഇവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടേക്ക് ഏശിയില്ല. കാരണം ഇവിടേക്ക് നമ്മുടെ ചമ്മറവട്ടം പള്ളിപ്പുറം സ്വദേശി ഔദലുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 400ഓളം പിന്നെ പോരാളികൾ വന്നെങ്കിലും ഇവിടുത്തെ അന്നത്തെ പിന്നെ അന്നത്തെ നേതാക്കളായ പൊന്നാനി മഖ്ദൂം തങ്ങളും അതേപ്രകാരം തന്നെ അന്ന് പൊന്നാനി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കേരള ഗാന്ധി കേളപ്പനും പൊന്നാനി ഗാന്ധി എന്ന വിശേഷമുള്ള പിന്നെ അഡ്വക്കേറ്റ് രാമമേനോനും അവരോട് പറഞ്ഞു, ഞങ്ങളിവിടെ വളരെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് വേണ്ട ഫണ്ടൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ഫണ്ടൊക്കെ നൽകി ഇവിടെ നിന്ന് തിരിച്ചയച്ച് അന്ന് പോലും ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്നും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ സൂചിപ്പിച്ചത്, ആ ഒരു സൗഹൃദം നിലനിർത്തി അന്നും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഏകദേശം 75 വയസ്സായി. എൻ്റെ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു കലഹേ കുഴപ്പേ പൊന്നാനിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ജുമാഅത്ത് പള്ളി സ്ഥാപിച്ച നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിന് മുമ്പിലുള്ള മൂപ്പര് മൂച്ചിക്കൽ വീട്ടിലുള്ളതാണ്. പൊന്നാനിയുടെ ഒരു പഴയ പൗരാണിക തറവാടാണ് മൂച്ചിക്കൽ. അതിൻ്റെ വീട്ടിന് മുമ്പിലുള്ള പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയും അതിൻ്റെ നേരെ 9 മിനിറ്റ് നടന്നാൽ എത്തുന്ന തൃക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രവും ഈ ദുർഗാഭഗവതി ക്ഷേത്രം ആസ്ഥാനമായിട്ടായിരുന്നു സാമൂതിരിമാർ താമസിച്ചിരുന്നത്. അവരും മഖ്ദൂമാരും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സാമൂതിരി രാജാക്കന്മാരുടെ അറേബ്യൻ നാടുകളിലേക്കുള്ള കത്തുകളൊക്കെ അയച്ചിരുന്നത് മഖ്ദൂമാർ മുഖേനയായിരുന്നു. അക്കാലത്ത് മലയാള ഭാഷ വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയും ലോകഭാഷ ആയിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്ത് മുഖ്യധാരയിലെ അറബി ഭാഷയായിരുന്നു. അറബി ഭാഷ വരാനുള്ള കാരണം അക്കാലത്ത് തീരദേശ കച്ചവടമായിരുന്നു വ്യാപകമായിട്ടുണ്ടായിരുന്നത്. ജലഗതാഗതത്തിന് പ്രാമുഖ്യമുള്ള കാലമായിരുന്നു. കടൽമാർഗമായിരുന്നു കച്ചവടം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ കച്ചവടക്കാരായിരുന്നു ഇവിടെ വന്നിരുന്നത്.
അപ്പോൾ അറേബ്യൻ ഭാഷ, അറബി ഭാഷ ഇവിടെ തീരപ്രദേശങ്ങളിൽ മുഖ്യ ഭാഷയായിരുന്നു. മാത്രമല്ല ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഇവിടെ ഈ മരുമക്കത്തായ സമ്പ്രദായവും തുടങ്ങിയത്. അതായത് ഇവർ സഞ്ചരിച്ചിരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നിരുന്നു കച്ചവട ചരക്കുകളുമായി. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ AD 51 പിന്നെ ഒരു യവന നാവികനായ ഒരു ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു യവന നാവികനാണ് ഈ കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് കപ്പലുകളൊക്കെ സഞ്ചരിച്ചിരുന്ന കര ചുറ്റിയായിരുന്നു, കര പറ്റിയിട്ടായിരുന്നു. കരയെ ലക്ഷ്യം വെച്ച് ലക്ഷ്യം വെച്ച് ഓരോ കരകളും ലക്ഷ്യം വെച്ചിട്ടായിരുന്നു കപ്പലുകളൊക്കെ, പായക്കപ്പലുകൾ പാലിച്ചു പോകും. അപ്പോൾ യൂറോപ്പ് കഴിഞ്ഞാൽ അടുത്ത വങ്കര ഏതാണ്, അവിടെ അങ്ങനെയായിരുന്നു ഒരു കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത്. മാത്രമല്ല ഈ കപ്പലുകൾ കാറ്റിൻ്റെ ഗതി അനുസരിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത്. പായക്കപ്പലുകളല്ല അന്ന്. പിന്നെ ജനങ്ങളുടെ കായിക ശക്തിയാലായിരുന്നു, തുഴഞ്ഞിട്ടായിരുന്നു ആദ്യകാലത്ത് കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത്. ഇത് മുഖ്യധാര ആധികാരിക ചരിത്രകൃതിയിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടാണ്. അതായത് 50ഉം 60ഉം അക്കാലത്ത് കപ്പൽ തൊഴിലാളികൾ, അടിമകൾ, മറ്റൊരു രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ അടിമകൾ, അത്രയും പ്രയാസപ്പെട്ടുള്ള ജോലിയായിരുന്നു. ഇംഗ്ലണ്ടിൽ പോലും ഒരു കാലത്ത് ശിക്ഷ വിധിച്ചിരുന്നത് കപ്പൽ തൊഴിൽ ചെയ്യാനായിരുന്നു. അത്തരത്തോളം ഭാരമുള്ള ഇതായിരുന്നു. കാരണം ഇത്രയും വലിയ കപ്പലുകൾ ഇവരിങ്ങനെ പിന്നെ പങ്കായം കൊണ്ട് തുഴഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. അതിന് ഒരു ശമനം കിട്ടിയതാണ് ഈ AD 51 ഹിപ്പാലസ് കാറ്റ് കണ്ടുപിടിച്ചത്. ഹിപ്പാലസ് എന്ന് പറയുന്ന യവന നാവികനാണ് ആ കാറ്റ് കണ്ടുപിടിച്ചത്. AD 51 അതിൻ്റെ ശേഷമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാറ്റിൻ്റെ ഗതി കിഴക്കോട്ടാണെന്നും ഡിസംബർ ജനുവരി മാസങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെന്നും കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് നൂറുകണക്കിന് കപ്പലുകൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വന്നത്. പൊന്നാനി, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, തെക്കൻ കൊല്ലം തുടങ്ങി പല തീരപ്രദേശങ്ങളിലും വന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ അറബികളായ കച്ചവടക്കാർ ഇവിടെ വന്നു താമസമാക്കിയപ്പോൾ മനുഷ്യ സഹജമായ അവരുടെ ശരീരഘടന അനുസരിച്ച് ഒരു ഇണയെ ആവശ്യം വന്നു. അങ്ങനെ ഇവിടെ നിന്ന് അവർ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതിൽ ഉണ്ടായ മുസ്ലിം കുട്ടികൾ മാപ്പിളമാർ എന്നറിയപ്പെട്ടു. അതിനു മുമ്പ് പിന്നെ പ്രവാചകൻ വരുന്നതിന് മുമ്പും അവർ പിന്നെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ കച്ചവട ആവശ്യാർത്ഥം സഞ്ചരിച്ചിരുന്നു. AD 51 അപ്പോൾ സഞ്ചരിച്ചിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ ആഗമനത്തിന് ശേഷം ഇവരൊക്കെ മുസ്ലിങ്ങളായി. അങ്ങനെയാണ് അവർ മുസ്ലിം മാപ്പിളമാരായി അറിയപ്പെട്ടത്. മാപ്പിളമാർ എന്ന പദം ഉണ്ടായത് അങ്ങനെയാണ്. മാത്രമല്ല അവരിവിടെ നിന്ന് അന്തി ഉറങ്ങുന്ന പരിപാടി ഉണ്ടായി. അന്തി ഉറങ്ങൽ പരിപാടി ഉണ്ടായി. അങ്ങനെയാണ് ഈ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങുക എന്ന സമ്പ്രദായങ്ങൾ തീരപ്രദേശത്തുണ്ടായത്. പൊന്നാനി, കൊടുങ്ങല്ലൂർ, അതേപ്രകാരം തന്നെ പറവണ്ണ, താനൂർ, കോഴിക്കോട് തുടങ്ങി തലശ്ശേരി വരെ ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പൊന്നാനിയിൽ ഇപ്പോൾ പരിപൂർണമായിട്ട് ആ സമ്പ്രദായം അവസാനിച്ചിരിക്കുന്നു. ഏത് ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങാന്നുള്ള സമ്പ്രദായം അവസാനിച്ചിരിക്കുന്നു പൊന്നാനി ടൗണിൽ. എന്നാലും അഴീക്കൽ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് പൊന്നാനി. തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് എന്തായാലും സംസാരിച്ചു. പ്രിയമുള്ളവരെ, TV അബ്ദുറഹിമാൻ കുട്ടി മാഷുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമായിരുന്നു ഇതുവരെ നിങ്ങൾ കേട്ടത്. തുടർന്ന് അങ്ങോട്ട് ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ മണ്ണിലെ വിശിഷ്ട കാഴ്ചകൾ, ഇത്തരം ആളുകൾ, അതുപോലെയുള്ള ചരിത്രകാരന്മാരെ നേരിട്ട് വന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന കാഴ്ചകളുമായിട്ട് ഉടൻ തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എൻഗേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.